ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് അഫ്ഷ. അമ്മയുടെ സഹായത്തോടെ ചോറും ഇറച്ചിയും ഒക്കെ വേവിച്ച് നമ്മൾ കുട്ടികൾ ഈസിയായി ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതൊക്കെ ഒരു രസമല്ലേ? വാ. പിന്നെ ഞാനിവിടെ വെക്കുന്നത് ഒട്ടക ബിരിയാണിയാണ് കേട്ടോ. ബീഫ് മട്ടൺ ഒക്കെ ഈ രീതിയിൽ വെക്കാം. പക്ഷെ ചിക്കനെ പറ്റില്ല കേട്ടോ, അതെനിക്കറിയില്ല. ആദ്യം സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കാം. ഇതിൽ സവാള എടുത്തതിൽ ഒരെണ്ണം ഗാർണിഷിന് വേണ്ടി മാറ്റിവെക്കുക, ബാക്കി മസാലയ്ക്കും. ഇതിൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിനിടയ്ക്ക് അരി കഴുകി കുതിർക്കാൻ വെക്കണം കേട്ടോ, അരമണിക്കൂർ. ആദ്യം ഇറച്ചി മസാലയും ഉപ്പും ഇട്ട് വേവിച്ച് വെക്കുക. ഇറച്ചി വേവിച്ച അതേ കുക്കറിൽ തന്നെ സവാളയൊക്കെ ഇട്ട് ഉപ്പും ഇറച്ചി വേവിച്ച കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വലിയ തീയിൽ 1 വിസിലും ചെറിയ തീയിൽ 3 വിസിലും വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിക്കാൻ വെക്കാം. 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേവിക്കാൻ വെക്കാം. വെള്ളത്തിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വെള്ളം തിളച്ചു വരുമ്പോൾ അരിയിട്ടിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവയും കറിവേപ്പിലയും ഇട്ട് ഞാനിടാൻ മറന്നു, നിങ്ങളിട്ടോ? കുക്കറിൽ വേവിച്ചതും ഇടുക. വെള്ളം വറ്റുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇടുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുക. കുറച്ച് നട്ട്സ് അരച്ചതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 7-8 നട്ട്സ് മതിയാവും. അതിനുശേഷം വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് ഇളക്കി 5 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോഴേക്കും ചോറ് റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി പോട്ടിലേക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ഇറച്ചി മസാലയിലേക്ക് ചോറ് തട്ടായി ഇടാം. ആദ്യം കുറച്ച് ചോറിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യ്, വറുത്തു വച്ച സവാള, കിസ്മിസ്, മല്ലിയില, ക്യാരറ്റ് ഇവയൊക്കെ ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ വിതറാം. ഇങ്ങനെ ചെയ്താൽ ദം പൊട്ടിക്കുമ്പോൾ നല്ല മണമായിരിക്കും. പിന്നെ വീണ്ടും അടുത്ത തട്ട് ചോറിട്ട് ഇതുപോലെ ചെയ്യാം. പിന്നീട് അടച്ചു വെച്ച് ചെറുതീയിൽ 5 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ചൂടോടെ വിളമ്പാം. സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ.